Hey my chance, welcome back to my channel. So today I'm going to do a get ready with me for a Mother's Day celebration at my son's school. And ഇത് ഞാൻ യൂസ് ചെയ്തത് ആ ഡൈസിൻ്റെ യുപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത വീഡിയോയിൽ ആ കളർ തന്നെയാണ്. അത് വെച്ചിട്ട് സോക്കുകളും ചെയ്തു. അതിനുശേഷം ഈ ഒരു മാസ്കും ഞാൻ ഇവിടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. സോ അതെല്ലാം അപ്ലൈ ചെയ്ത് ഞാൻ ഉറങ്ങാൻ പോയി. ആൻഡ് ഇൻ ദ മോർണിംഗ് ഐ വോക്ക് അപ്പ് ആൻഡ് റിമൂവ് മൈ മാസ്ക് ആൻഡ് ദെൻ thereafter I started pressing on these nails because ഇതൊരു ടെമ്പററി സൊല്യൂഷനാണ്. അപ്പം എനിക്ക് ബേബി ഉള്ളതുകൊണ്ട് ഈ ലോങ് ആർട്ട് എക്സ്റ്റൻഷൻസ് ഒന്നും പറ്റില്ല because it is not safe for him as well as it'll break and unnecessary. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് ടെമ്പററി സൊല്യൂഷനാണ്. എവിടെയെങ്കിലും പോകണം താൽക്കാലികമായിട്ട് ഈ ഒരു സ്റ്റിക്ക് ഓൺ ഒരു ഇതുണ്ട്. ആ സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ അപ്ലൈ ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റേ for me it stayed for few hours because I was handling 2 children and അത് കയ്യിൽ നിന്നൊക്കെ ഇളകി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്ലൂവിൻ്റെ ആ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് ഗ്ലൂ കിട്ടും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ലാസ്റ്റ് ഫോർ ലൈക്ക് 2-3 weeks. പക്ഷേ ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് സ്വൈസി. അതിനുശേഷം ഞാൻ എൻ്റെ കേൾസ് എല്ലാം അൺറാവൽ ചെയ്തു. അങ്ങനെ അൺടൈ ചെയ്തപ്പോഴത്തേക്കും ഇറ്റ് ലുക്ക് റിയലി പ്രിറ്റി. ഞാനത് കുറച്ചുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് സെറം യൂസ് ചെയ്തിട്ട് ടു ഗിവ് ഇറ്റ് എ നാച്ചുറൽ ലുക്ക് ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഡിസ്ട്രിബ്യൂട്ട് മൈ ഹെയർ വിത്ത് ഈവൻലി. അങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ കേൾസ് ആയിട്ട് ഇരിക്കാണ്ട് ഐ എം ജസ്റ്റ് ഓപ്പണിങ് അപ്പ് ദ കേൾസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെറം യൂസ് ചെയ്തത് ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്ക്. സോ ഇറ്റ് വാസ് റിയലി നൈസ് ഇൻ ദ ബിഗിനിങ്. പക്ഷേ കുറച്ച് അവിടെയൊക്കെ കഴിഞ്ഞ് ഹ്യൂമിഡിറ്റി ഒക്കെ വന്നപ്പം ഇറ്റ് ഡിഡ് ലുക്ക് ആസ് ഗുഡ് വെൻ ദ ഫംഗ്ഷൻ ഗോട്ട് ഓവർ. നൗ ഐ എം ഗോയിങ് ഓൺ വിത്ത് ദ മേക്കപ്പ്. ഇതാണ് ഞാൻ എടുത്ത സാരി ആൻഡ് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ പ്രൈമർ കം മോയ്സ്ചറൈസർ ഒരു ഗ്ലോ തരുന്ന സംഭവം. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നോക്കുക. ഇത് മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആൻഡ് ദെൻ ഐ എം ഗോയിങ് ഓൺ വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ബ്ലഷ്. ആർക്കെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കോമെൻറ്റ് ഡൗൺ, ഐ വിൽ give you the details. And this is a brown eyeliner, eye pencil. അത് സ്മഡ്ജ് ചെയ്തതിന് ശേഷം ഈ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇറ്റ് ലുക്ക് സോ പ്രിറ്റി, ദ ഷെയ്ഡ് ഐ ലവ്ഡ് ഇറ്റ്. ആൻഡ് ഈ മാലയും ഞാൻ പെയറപ്പ് ചെയ്തു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു ഹൈലൈറ്റർ പുതിയതായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഹൈലൈറ്ററും അപ്ലൈ ചെയ്തു ആൻഡ് മസ്കാര പിന്നെ ഐബ്രോവും ചെയ്തു ഓഫ് ദി ക്യാമറ. പിന്നെ ഞാൻ ഭയങ്കര ധൃതിയിലായിരുന്നു, എനിക്കൊന്നും കൂടുതലെടുക്കാൻ പറ്റില്ല. ഇതായിരുന്നു സെലിബ്രേഷൻ. ഇത് പ്രിൻസിപ്പൽ മാം പാടുവാണ്. അതിനുശേഷം കോമ്പറ്റീഷൻസ് ഉണ്ടായി, എനിക്ക് 2 പ്രൈസൊക്കെ കിട്ടി. അങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എടുത്തത്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്, സിമ്പിൾ ലുക്ക്. അവിടെ ഉണ്ടായിരുന്ന സാരി ബോളിവുഡായിരുന്നു തീം, സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തത്. ആൻഡ് ഐ ഗോട്ട് 2 prizes and I'm so happy that I got to spend this beautiful day with my baby. I love you.